മൈ ഓൺലൈൻ ബിസിനസ് ഡേ 1 എന്നും പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇപ്പോൾ. ഒരുപാട് പേര് ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 8ന്റെ പണിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു 3 വർഷം മുന്നേ ഞാനും ഇതുപോലെ എന്തെങ്കിലും ക്ലോത്തിങ് ബിസിനസ് ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയൊരു കാര്യമായിരുന്നു. ഭയങ്കര സിമ്പിൾ കാര്യമായിരുന്നു. അതായത് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്ത് വെക്കുക, അത് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഓർഡർ പിടിക്കുക. കസ്റ്റമർ എന്താണോ റിക്വയർമെൻറ്റ് പറയുന്നത് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക. സോ സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും നമുക്കറിയാം, ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് കിട്ടിയാലേ അതൊരു പ്രോഫിറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. റീറ്റെയിൽ പ്രൈസ് ആകുമ്പോഴത്തേനും നമുക്ക് ഈ മാർജിൻ ഇടാനായിട്ട് ഒരിത്തിരി ടഫായിരിക്കും. കാരണം മെറ്റീരിയൽ കോസ്റ്റ്, അതായത് റീറ്റെയിലായിട്ട് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ കോസ്റ്റും നമ്മുടെ ലേബർ ചാർജും കൊറിയർ ചാർജും ഇങ്ങനെ അതും ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ചാർജും കേൾക്കുമ്പോൾ കസ്റ്റമർ ഞെട്ടും. ഇപ്പം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്തെങ്കിൽ മാത്രമേ ഹോൾസെയിൽ പ്രൈസിന് ആരാണെങ്കിലും അവർ തരുള്ളൂ. അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 20 മീറ്റർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ 8,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ക്രൈറ്റീരിയാസ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഈ ജയ്പൂരിൽ പോകാനോ അല്ലെങ്കിൽ എറണാകുളത്ത് പോകാനോ ഒന്നും പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല എൻ്റെത്. എന്തിനേറെ പറയുന്നത്, ഈ കൊട്ടയം വരെ പോകാൻ ഞാൻ നല്ലോണം പാടുപെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും ഈ പറയുന്ന പോലെ കുറേ ആപ്പും അല്ലെങ്കിൽ സൈറ്റുകളും ഇൻസ്റ്റഗ്രാം പേജസും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫോളോ ചെയ്ത് കുറച്ച് പേരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഡെയിലി എൻ്റെ പണി ഇതാണ്, ഏതാണ് നല്ല പേജ് എന്നിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. മോണിറ്റർ ചെയ്യാന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇവരുടെ പേജ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നോക്കും. അതായത് അവർ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ടോ, അവരുടെ പോസ്റ്റിൻ്റെ താഴെ എന്തെല്ലാം ടൈപ്പ് കമൻ്റാണ് വരാറുള്ളത്, പിന്നെ റിവ്യൂസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ. അങ്ങനെ ഞാനൊരു ഷോപ്പ് കണ്ടുപിടിച്ചു. ഇൻസ്റ്റഗ്രാം ത്രൂ തന്നെ ഞാനൊരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ്, അതായത് 20 മീറ്ററിൻ്റെ ഒരു ബണ്ടിൽ അങ്ങനെയല്ല ഞാൻ എടുത്തത്. പകരം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പ്രിൻസ്, ഈ പറയുന്ന പോലെ റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ മുറിച്ചെടുക്കുമല്ലോ, അതേപോലെ തന്നെ. പക്ഷേ നമുക്ക് ഇതിനകത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 120 രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ ക്വാളിറ്റി സംഭവം ഒരു 80-90 ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് ഇവരുടെ നിന്ന് കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഒരു സാമ്പിൾ എന്ന പോലെ, ഒരു പരീക്ഷണം എന്നുള്ള പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സക്സസ് ആകുവാണെന്നുണ്ടെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കാം. അങ്ങനെ ഞാൻ സ്വരുക്കൂട്ടി വെച്ച ഒരു 5,000 രൂപ കൊടുത്ത് കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ജയ്പൂരിലുള്ള ഒരു കടയിലായിരുന്നു ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അവിടുന്ന് ഇവിടേക്ക് സാധനം വരണമെങ്കിൽ എങ്ങനെ പോയാലും ഒരാഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ഞങ്ങളന്ന് താമസിക്കുന്നിടത്ത് കങ്ങഴയിൽ ഈ പറയുന്ന പോലെ വീട്ടിൽ ഈ DTDCയോ പ്രൈവറ്റ് കൊറിയറോ ഒന്നും കൊണ്ടുവരില്ലായിരുന്നു. ഓൺലി ഇന്ത്യൻ പോസ്റ്റ് മാത്രമേ നമുക്ക് ഹോം ഡെലിവറി ചെയ്യുള്ളൂ. അല്ലാതെ ഈ വരുന്ന പ്രൈവറ്റ് ആയിട്ടുള്ളിടത്തെല്ലാം പോയി ചെന്ന് മേടിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ത്യൻ പോസ്റ്റ് വഴി ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നാണെങ്കിൽ അവർ ഈ കൊറിയർ ചെയ്യുന്നതിൻ്റെ ബില്ലിംഗ് ഡീറ്റെയിലും എല്ലാം എനിക്ക് ഫോട്ടോ എടുത്ത് അപ്പം അയക്കുന്നുണ്ടായിരുന്നു. ഈ ബണ്ടിൽ കെട്ടുന്നതും ഒക്കെ എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയിരുന്ന ആ ദിവസം വന്നു, നമ്മുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് വന്നപ്പോഴാണ് എനിക്കൊരു സംശയം. അതായത് ഞാൻ പൊട്ടിച്ചു പോലും നോക്കിയില്ല. അയാൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നത് ഒരു വലിയ ബണ്ടിലായിരുന്നു. പക്ഷേ ഇത് കവറൊക്കെ ഭയങ്കര വലുതാണ്, പക്ഷേ അതിനകത്തുള്ള എടുത്തു നോക്കുമ്പോൾ അതിനകത്തൊന്നും ഇല്ല, ശൂന്യം. പിന്നെ എനിക്കാകെ, ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന അന്ന് എനിക്ക് ടെൻഷനും കരച്ചിലും വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ചതിവ് ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഫോണിൽ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോഴുണ്ട് ഇതിലിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഇവർ വേറൊരു ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ അൺബോക്സ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നോക്കുമ്പോണ്ട് ഓർഡർ ചെയ്ത മെറ്റീരിയലിൻ്റെ 1/3 പോലും അതിൻ്റെ അകത്തില്ലായിരുന്നു. ആ വലിയ പാണ്ടക്കെട്ട് പോലത്തെ ആ കവറ് മാത്രം, അതിനകത്ത് 1-2 തുണി, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 5,000 രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു നിസ്സാര എമൗണ്ട് ഒന്നുമല്ല, ഭയങ്കര വലിയ എമൗണ്ടാണ്. ഒരു 50,000 മതിപ്പ് എനിക്ക് 5,000 രൂപയ്ക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ തല കറങ്ങുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, എന്തൊക്കെയോ പോലെയായിരുന്നു. അപ്പം അതായത് എങ്ങനെ പറഞ്ഞ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ കിളി പോയി നിൽക്കുമായിരുന്നു ഞാൻ. അന്ന് വരെ ഞാൻ കഷ്ടപ്പെട്ട് തയ്ച്ച് സമ്പാദിച്ച പൈസ എല്ലാം ഒന്നും ഇല്ലാതായിപ്പോയല്ലോ ഈശ്വര എന്നുള്ള പോലെ ആയിപ്പോയി.
ഒന്ന് കരഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ദേഷ്യമായി. ഇവരെ 10 പറഞ്ഞാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ എന്നുള്ള പോലെ ഞാൻ ഈ എടുത്ത വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തു. എനിക്കറിയാവുന്നുള്ള ഭാഷയിലെല്ലാം ഞാൻ ഇതിങ്ങനെയാണെന്നുള്ളതൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ആ ചേട്ടനാണെങ്കിലും മാഡം ഞങ്ങൾ അയച്ചു തന്നത് കണ്ടില്ലായിരുന്നോ, ബണ്ടിലൊക്കെ പാക്ക് ചെയ്തത് മാഡത്തിന് ഫോട്ടോ അയച്ചു തന്നല്ലോ, കൊറിയറിൻ്റെ ബില്ലും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ സൈഡിൽ നിന്നും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല. അപ്പം അവര് എന്നെ ചീറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ എന്തോ ഞാൻ അയാളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അയാൾ മാഡം മര്യാദയ്ക്ക് സംസാരിക്കണം, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചിട്ടില്ല, എനിക്ക് മനസ്സിലാവും മാഡത്തിൻ്റെ വിഷമം എന്താണെന്നുള്ളത്, പക്ഷെ ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് വന്നു. അപ്പം ആശ്വാസവാക്കുകൾ പലയിടത്തുനിന്നും കിട്ടുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കതൊന്നും ഒരു ആശ്വാസമാകുന്നില്ല. അപ്പം ഇവരാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കും, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരും, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ എനിക്ക് വീണ്ടും ഈശ്വര പറ്റിച്ചതാണോ അതോ ഇനി എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള പോലെ ഞാനപ്പോൾ ഇയാളോട് കെഞ്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. അവസാനം അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 2000 രൂപ എനിക്ക് ഇട്ട് തന്നിട്ട് പറഞ്ഞു, മാഡം എനിക്ക് മാഡത്തിൻ്റെ അവസ്ഥ മനസ്സിലാവും, പക്ഷേ എനിക്ക് മുഴുവൻ എമൗണ്ട് വേണം, നിങ്ങളെന്നെ പറ്റിച്ചു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, മാഡത്തിൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് മുഴുവൻ എമൗണ്ട് ഒന്നും തരാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ ഭാഗത്തൊന്നും തെറ്റൊന്നുമില്ല, പിന്നെ മാഡത്തിൻ്റെ മാനസികാവസ്ഥ ഓർത്തിട്ടാണ് ഞാൻ ഈ എമൗണ്ട് തിരിച്ച് തരുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് പറഞ്ഞു, ബെറ്റർ നമുക്കിനി സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ചാറ്റ് അപ്പോൾ 2000 കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചു. പക്ഷെ എന്നാലും എൻ്റെ 3000 എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഒരിത്തിരി ഞാൻ സ്റ്റേബിളായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ആ ഒന്ന് പണി കിട്ടിയത് എനിക്ക് പോരാ, വീണ്ടും കിട്ടണം എന്നുള്ള പോലെ ഞാൻ ഇതേപോലെ അപ്പം ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ കുറേ ഇൻസ്റ്റഗ്രാം ഷോപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ വേറൊരു കട, എനിക്കത് ഭയങ്കര അവരുടെ പ്രിൻ്റൊക്കെ നല്ല അടിപൊളിയാണ്, പക്ഷേ റേറ്റ് കുറച്ച് ഇവരെക്കാളും സ്വല്പം കൂടെ കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ്, നല്ല അതായത് ഈ ഓപ്പണിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, കസ്റ്റമർ ഇടുന്ന ഓപ്പണിംഗ് വീഡിയോസ്, ഇതൊക്കെ ഇവരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ വിശ്വസിച്ചിട്ട് ഇവർക്കും ഇതേപോലെ, പക്ഷെ അന്ന് ഞാൻ ഈ പറയുന്ന ബാക്കി ഉണ്ടായിരുന്ന 2000 രൂപ ഉണ്ടല്ലോ, അതിനുള്ള എമൗണ്ടാണ്, അതിനുള്ള തുണിയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കില്ല ഇവക്ക് വേറൊരു പണിയില്ല, അടുത്തത് മേടിച്ച് കെട്ടാൻ പോയെന്നുള്ള പോലെ. അപ്പം ഇതേ സംഗതിയാണ് കേട്ടോ റിപ്പീറ്റ്ലി നടന്നിട്ടുള്ളത്. അതായത് അപ്പം ഞാൻ നല്ല ഷാർപ്പായി, അതായത് ഇവരെ കൊണ്ട് പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തു. അതായത് മറ്റേ ഇന്ത്യൻ പോസ്റ്റിൽ അയച്ചു കഴിഞ്ഞപ്പോൾ പ്രോപ്പറായിട്ട് കാണാൻ പാകത്തിന് എല്ലാം വിസിബിൾ ആകുന്ന പോലെ ഫോട്ടോ എടുത്ത് അയപ്പിച്ചു. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തു. അതായത് അഥവാ എന്തെങ്കിലും പറ്റിയത് നടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേസിന് പോകാമെന്നൊക്കെ ഉള്ള പോലെ ഞാൻ സെറ്റാക്കി. നടന്നത് ഏകദേശം ഒരേ കാര്യമാണ്, പക്ഷെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അന്ന് എനിക്ക് 2 പീസ് മെറ്റീരിയലെങ്കിലും കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് ഒരു പീസും കിട്ടിയില്ല. ആരോ യൂസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്ന ഒരു ഷർട്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പോലും തോന്നത്തില്ല, അതുപോലെ ചീഞ്ഞൊരു സാധനം. അപ്പം ഇത് കണ്ടു നിന്ന കുറച്ച് പേരുണ്ടല്ലോ, അതായത് ചില മനുഷ്യർ, അവർ ഡയറക്റ്റ്ലി എന്നോടൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കളിയാക്കുന്നതും പറയുന്നതും ഒക്കെ ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാക്കി ഇറങ്ങിയതാണല്ലോ, ഇനി എനിക്ക് മതിയായി എന്നുള്ള പോലെ ഞാനുമായി. കാര്യം എനിക്ക് മതിയായെങ്കിൽ ഇതിൻ്റെ പിന്നിലെ രഹസ്യം അറിയാനായിട്ട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ ഇവരും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഓപ്പണിംഗ് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു, ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യുക, ഈ വന്നിരിക്കുന്ന കൊറിയർ തിരിച്ച് പുള്ളിക്ക് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു അതെന്തിനാ അങ്ങനെയെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ റിട്ടേൺ കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ഈ പറയുന്ന പോലെ ഞാൻ ഇന്ത്യൻ പോസ്റ്റിൽ ചെന്നപ്പം, ഞാൻ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവർക്ക് റിട്ടേൺ കൊടുത്തത്. അപ്പോൾ ഞാൻ ഇന്ത്യൻ പോസ്റ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അതായത് നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലടിച്ച ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് തിരിച്ച് ഞങ്ങൾക്ക് തരുമോ, എന്തെങ്കിലും കാരണവശാൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അങ്ങനെ തിരിച്ച് തരില്ല, വൺസ് ബില്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ തരില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരോട് ഞാൻ പതുക്കെ സംസാരിച്ച് ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അതായത് ഇന്ത്യൻ പോസ്റ്റിൽ തന്നെ ചിലയിടങ്ങളിൽ നമ്മൾ ഈ അയക്കുന്ന സാധനങ്ങൾ ചിലർ പൊട്ടിച്ചെടുക്കാറുണ്ട് എന്നുള്ളത്.
അതായത് ഒരു മെയിൻ ബ്രാഞ്ചിലല്ല. അതായത് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ഇവർ അടുത്തടുത്ത ഓരോ ലൊക്കേഷനിലേക്ക് മാറ്റി മാറ്റി കൊടുക്കുമല്ലോ. അപ്പോൾ അവർക്കറിയാം ഇത് എവിടെ നിന്ന് വരുന്നതാണ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ ഉള്ളത് ഏകദേശം അവർക്കറിയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഞെട്ടലാണ് ഉണ്ടായത്. ഇന്ത്യൻ പോസ്റ്റിൽ നമ്മൾ ഇത്രയും നാളും വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ അയക്കുകയും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യത്തിന് ഇന്ത്യൻ പോസ്റ്റിൽ നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നതല്ലേ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ മിസ്സിങ് ആകുക എന്ന് പറയുമ്പോഴത്തേനും അതൊരു വലിയ ഷോക്ക് തന്നെയായിരുന്നു എനിക്ക്. അതും എന്ന് വെച്ചാൽ ഇത്രയും തുണിയൊക്കെ പോകുക എന്ന് പറയുമ്പോഴത്തേനും 1-2 പീസ് പോകുന്ന പോലെ അല്ലല്ലോ ഇത്രയും മെറ്റീരിയൽ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അറിവിൽ 1-2 പേരെ ഉണ്ടായുള്ളൂ ഓൺലൈൻ ക്ലോത്തിങ് ബിസിനസ് ഒക്കെ ചെയ്യുന്നതായിട്ട്. അപ്പോൾ അതിലൊരു ചേച്ചി എന്നോട് പറഞ്ഞത് കുറേ നാൾ മുന്നേ പുള്ളിക്കാരത്തി സ്റ്റിച്ച് ചെയ്ത് അയച്ചു കൊടുത്ത സാധനം ഇതുപോലെ കസ്റ്റമറിന് കിട്ടിയിട്ടേ ഉണ്ടായില്ല. ഇതിപ്പോൾ സൂര്യക്ക് കയ്യിൽ ആ പാക്കേജ് എങ്കിലും കിട്ടിയല്ലോ, അവർക്കത് കിട്ടിയിട്ടേ ഉണ്ടായില്ല. പക്ഷേ അതിൻ്റെ സ്റ്റാറ്റസ് ഡെലിവേർഡ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞു സൂര്യ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജോലി തന്നെ പോകുന്ന കാര്യമാണ്. അപ്പം കേസ് കൊടുക്കുക, ഒന്നെങ്കിൽ അവർ എമൗണ്ട് തരും അല്ലെങ്കിൽ അവരുടെ ജോലി പോകുമെന്ന് പറഞ്ഞു. ഒരു കേസിൻ്റെ ഒക്കെ പുറകെ നടന്ന് അലയാനുള്ള ഒരു സാഹചര്യമോ സമയമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ഒന്നും എനിക്ക് ആ സമയത്ത് ഇല്ല, ഇപ്പോഴും ഇല്ല. എന്നാലും അപ്പം ഞാനത് വിട്ടു. ഇനി എനിക്ക് ഈ പരിപാടി വേണ്ട, വീട്ടിൽ വരുന്ന ഓർഡറൊക്കെ മതി. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുമല്ലോ, ഓർഡർ വരുമ്പോഴത്തേനും ഓടിപ്പോയി മെറ്റീരിയൽ എടുത്ത് അങ്ങനെ അത് മതി എന്നുള്ള പോലെ ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്തൊരു കൊറിയർ വന്നു. അത് DTDC എന്നാണ് വന്നത്. അപ്പോൾ നോക്കിയപ്പോഴുണ്ട് ഞാൻ ഓർഡർ ചെയ്ത സെയിം പ്രിന്റിലുള്ള ഫാബ്രിക്കുകളായിരുന്നു അത്. അതായത് ഞാൻ രണ്ടാമത്തെ ഷോപ്പിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ പ്രിന്റും ആ ഫാബ്രിക്കും ഒക്കെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ എനിക്ക് സംശയം ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള പോലെ. അപ്പോൾ അവരുടെ ഫ്രം അഡ്രസ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ ആ രണ്ടാമത്തെ ഷോപ്പ് ഉണ്ടല്ലോ അവരുടെ ഡീറ്റെയിൽ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേനും പുള്ളി പറഞ്ഞു സാരമില്ല. അപ്പം എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ എന്തോ പുള്ളി പറഞ്ഞത് സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എമൗണ്ട് കൊടുക്കാനായിട്ട് ഇനി ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നീട് ഇടയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ എമൗണ്ടിനൊക്കെ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ രണ്ടാമത് ഞാനൊരു റിസ്ക് എടുത്തത് കൊണ്ടാണ് ഇന്ത്യൻ പോസ്റ്റിന് ഇങ്ങനൊരു മുഖം ഉണ്ടെന്നുള്ളത് എനിക്കറിയാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത്. പക്ഷെ പുറത്തുനിന്ന് മെറ്റീരിയലൊക്കെ എടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെയൊക്കെ പർച്ചേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വരുത്തിക്കണമെന്നോ ഒക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി അഫോർഡബിൾ ആയിരിക്കും കൊറിയർ ചാർജ്. പ്രൈവറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. അതായത് നമ്മൾ പ്രോഫിറ്റ് എന്ന് വിചാരിക്കുന്ന ആ എമൗണ്ട് ഇവർക്ക് നമ്മൾ കൊറിയർ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അറിവില്ലായ്മ കൊണ്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇത്രേ ഉള്ളൂ, വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നമുക്കൊരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാം. എനിക്ക് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ 10 രൂപ വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മോഹത്തിലിറങ്ങി തിരിച്ച ഒരു ചെറിയ കാര്യമാണ്. അപ്പം എനിക്ക് ആ പൈസ അത്രയും പോയതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്കത് ചെറിയൊരു എമൗണ്ട് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാനസികാവസ്ഥ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലും അതിലും ഇതിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ സാധനം കയ്യിൽ കിട്ടും അല്ലെങ്കിൽ റിട്ടേൺ ഇടാം എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അപ്പം ഇപ്പോൾ ഏകദേശം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അന്ന് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല, ആരോട്ട് പറഞ്ഞു തരാനില്ലേം താനും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിക്കാൻ മാത്രമല്ല ആരോടെങ്കിലൊക്കെ തിരക്കി ഒക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ ഇവിടുത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അവർ പറ്റിച്ചിട്ടില്ല. ഡീലേഴ്സ് ആണെങ്കിൽ അവർ നല്ല പ്രോഡക്റ്റ് തന്നു, നല്ല സർവീസ് തന്നു. പക്ഷേ ഈ ഒരു കാര്യം, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ വന്നത്. ചിലരങ്ങനെയും വിചാരിക്കും. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് തിരക്കിയിട്ടൊക്കെ ഇതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. അതുവരെയും ടാറ്റാ.